ഇതൊക്കെ എവിടുന്നാ വന്ന് വീഴുന്നത്? അച്ഛാ ഇവിടെ ഒന്ന് നോക്കിക്കേ. എന്തു പറ്റി? കണ്ടോ, എന്റെ പല്ല് വീണു. ഓ, ഇങ്ങ് കാണിച്ചേ. പുതിയ കണ്ണാടിയായിരുന്നു, പൊട്ടിയല്ലോ. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് അതേപോലെ നടക്കുമെന്ന് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്രത്തോളം ഉൽക്കകൾ വന്ന് വീഴും? അതെ അച്ഛാ, ഇപ്പൊ എഗോർ, നിന്റെ പല്ല് പോയ സ്ഥലത്ത് നാക്ക് വെച്ച് അടച്ചു പിടിച്ചാ മതി. നാളെ നമ്മള് മീറ്റിയർ ഷവറിന് പോകുന്നോ ഇല്ലയോ? തീർച്ചയായും. നീ ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്. ഭൂമിയിലേക്ക് വരാൻ പോകുന്നത്. നിന്റെ അടുത്ത് ക്ലിയർ നെയിൽ പോളിഷ് ഉള്ളൂ. എന്തിനാ? ഒന്ന് ശരിയാക്കാനാണ്. എന്താണ്, എവിടെ നിന്നാണ് അത് വരുന്നത്, എവിടെ നിന്നാണ് ശരിക്കും അതിന്റെ ഉത്ഭവം എന്നുള്ള ജനങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് നമ്മുടെ കൂടെ ഇതൊട്ട് ശരിയല്ലല്ലോ. ഗവേഷകരും ഒത്തുചേരുന്നതായിരിക്കും. കാരണം ഇവര് ആപത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തോ ഒരു ആപത്ത് വരുന്നെന്നാണ് അതിന്റെ അർത്ഥം. അതെ, ഓരോ നിമിഷവും അന്തരീക്ഷത്തിൽ നിന്ന് ഓരോ ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. നിങ്ങളെന്താ ചിരിക്കാത്തത്? അപ്പൊ 24 മണിക്കൂറിനകം നമുക്ക് ആ ഉൽക്കയെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിരിക്കുക. ബൈ. ലീറ, എഗോറിന്റെ ബർത്ത്ഡേ ആ, ലേറ്റാ വരുതേ. ആയിക്കോട്ടെ മോളെ, ഗുഡ് ലക്ക്. ആരാ പോവാ? എന്താ അത്ര നേരത്തെ? പതുക്കെ വന്നാ പോരെ? ഓക്കെ ഗേൾസ്, എല്ലാരും റെഡിയാവ്. ആർക്കൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിന് താല്പര്യമുണ്ടോ പോയി ആ ബെഞ്ചിന്റെ പുറത്തിരിക്കെ. വേഗം വേഗം ആട്ടെ. ചാരഞ്ചേ, ഞാൻ നിന്നോട് കൂടെയാ പറയുന്നേ. എല്ലാരും ലൈനിൽ നിൽക്കേ. വേഗം ആട്ടെ. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അരബോവാ, ഇത് എന്തു കോല? നിനക്കെന്ത് തണുക്കുന്നുണ്ടോ? Come on, on your marks. Pause, വേഗം. എടാ, എനിക്ക് pause ചെയ്യ്. Come on, come on, come on. Go, go, go. Ты спросишь меня, где ты? Yes, yes, you can do it. Не знаю, കേറി വാ. мне подвох. അങ്ങനെ തന്നെ. സുംകോവാ, എന്താ കാണിക്കുന്നത്? കേറി കട്ട് ചെയ്യ്. നീക്ക് ഒരു അറ്റൻഡാണോ? Но я не дам ответ. 5, 6, 1, 2, 3, hey! Faster ആണ് പോവാ. Speed increase ചെയ്യ്. Come on. Come on, good job. Забери мое сердце, пожалуйста. Голова ненавидит его. Сердце хочет страдать и не прятаться. Уже все равно. Я читаю записки из прошлого. Не знаю, кто их писал. Там написано «Жизнь многоточие». Но вот он сейчас мой финал. അങ്ങനെ തന്നെ. Come on. Вот он сейчас мой финал. അടിപൊളി. Признаюсь, теряю себя. И найти будет трудно. Come on. അങ്ങനെ തന്നെ. നിന്നെ കൊണ്ട് пойдем. തിരിഞ്ഞു നോക്കാതെ ഓട്. Растворяюсь и падаю вниз, чтобы потом подниматься. Я любила, хотела любить, а ты притворяться. ശ്വാസം വിട്. ആരബോ, are you okay? അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ ഫ്ലെയർ എടുത്ത് കളഞ്ഞിട്ട് ഫീൽഡ് ചെയ്ത് വെളിയിൽ പോ. കോച്ച്, ഇത് വെറും ഒരു ഫ്ലെയർ ആണ്. ഈ ക്യാൻഡിൽ ഒരുങ്ങി ഇവിടെ എല്ലാം വൃത്തിയേടാവില്ലേ? നിനക്കൊക്കെ എത്ര പറഞ്ഞാലും തലേ കയറില്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടെ ടോസ്റ്റ് ചെയ്താലോ? താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ,
കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷം ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം അറിയോ, എനിക്ക് നേരത്തെ എഗോർന്ന് ഒരു മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ സ്വറ്റ്ലാനെ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. എഗോർ പിന്നെ വലേരിയ. ഈ സന്തോഷത്തിനേക്കാൾ കൂടുതലായി ഇപ്പോൾ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞ്. ഇപ്പോൾ എന്റെ മകൻ എഗോറിന്റെ 8ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മോനെ, come on, cheers. Happy birthday, Egor. Cheers. Cheers. Happy birthday. Happy birthday, Egor. കേൾക്കുന്നുണ്ടോ? Cheers. Happy birthday to you. Happy birthday to you. Happy birthday, dear Egor. Happy birthday to you. അവൾക്ക് എന്താ പ്രശ്നം? അവൾക്ക് എന്ത് പറ്റിയെന്ന് ഞാനൊന്ന് നോക്കിട്ട് വരാം. നിങ്ങൾ തുടങ്ങിക്കോ. ശരി. എന്റെ മോക്ക് പീരീഡ്സ് ആയി, വേറെ പ്രശ്നമൊന്നുമില്ല. ലീറ, ലീറ നിക്ക്. ലീറ, ഞാൻ വിളിച്ചത് കേട്ടില്ലേ നീ? നിനക്ക് എന്താ പ്രശ്നം? ഇന്ന് നിന്റെ അനിയന്റെ ബർത്ത്ഡേയാ. നീ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? അവൻ എന്റെ അനിയനൊന്നുമല്ല. ശരിയാ, അവൻ നിന്റെ ബ്രദറും അല്ല, അദ്ദേഹം നിന്റെ അച്ഛനും അല്ല. പക്ഷെ ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്ന കേട്ടില്ലേ? ദാ നിന്റെ അച്ഛൻ വിളിച്ചല്ലോ. ഇങ്ങർക്ക് എന്താ വേണ്ടത്? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്ന റബു? ലറയെ കുറിച്ച് നിന്നോട് സംസാരിക്കണം. ഏത് ലിറ? ഓ, നിങ്ങളുടെ മകൾ ലിറ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. സ്റ്റേഡിയമിൽ ഇങ്ങനെ എന്തോ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അത് കണ്ട് അവള് പേടിച്ചിരിക്കുക. നിങ്ങളത് കണ്ടിരുന്നോ? അതെന്താന്നറിഞ്ഞ് ഇപ്പൊ തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വെറ്റ, നമ്മുടെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കാം അല്ല. അല്ല? എന്നെ കാണുമ്പോ അമ്മയ്ക്ക് സാധാരണ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. എനിക്കൊന്ന് കേൾക്കണം. ഏയ്, ലിറ, ഫോൺ സ്പീക്കറിലായിരുന്നു എന്ന് പറയായിരുന്നില്ലേ? ലിറ. ഇത് മതി. ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരബോ, നിങ്ങളുടെ പൾസ് റേറ്റ് അധികമായിട്ടായിരിക്കുന്നേ. മിറ, ആ ട്രാക്ക് ഇട്. ആദ്യം നമ്മൾ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഞാൻ ചെയ്യാം. എന്നാൽ ഓക്കെ, ട്രാക്ക് പ്ലേ ചെയ്യാം. ഫസ്റ്റ് സെഷൻ ഡീആക്ടിവേറ്റ് ചെയ്തേക്ക് മിറ. മാത്രമല്ല ഇതിനു മുമ്പുള്ള 2 സെഷൻസും ഡിലീറ്റ് ചെയ്തേക്ക്. എന്നിട്ട് ആദ്യം വീഡിയോ ക്ലസ്റ്റർ റീസെറ്റ് ചെയ്യുക. ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരബോ, സ്റ്റേഷൻ ഫെസിലിറ്റീസ് എല്ലാം സിറ്റിയിലുള്ള മോണിറ്ററിംഗ് വീഡിയോസിനെ ആക്സസ് ചെയ്യാൻ അബ്യൂസ് ചെയ്യുന്ന കാര്യം തെറ്റാണെന്നുള്ളത് ഓർക്കുക. പ്രത്യേകിച്ചും 27 ജൂലൈ 2006 അമെന്റ്മെന്റിന് വന്ന ഫെഡറൽ ആക്ട് ഓഫ് പേഴ്സണൽ ഡേറ്റയെ സംബന്ധിച്ച് ഇത് തെറ്റാണ്. മാത്രമല്ല, അയ്യോ നീ തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കുറ്റങ്ങളിൽ ഇൻവോൾവ് ആകാതിരിക്കുക. അല്ല, നീ എന്റെ കൂട്ടിനുള്ള ആളല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നുമില്ല, ഒട്ടേക്ക് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ക്ഷമിക്കണം, നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല. 6 വർഷങ്ങളായിട്ടും നിനക്ക് ഈ കാര്യങ്ങൾ പോലും അറിയില്ലെന്ന് വെച്ചാ? ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്തുള്ള വൊക്കാബുലറിനെക്കാട്ടിലും എനിക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തെറ്റാണെന്ന് തീർത്തും പറയാനാവില്ല. നല്ല കാരണങ്ങളാണല്ലോ പാർക്കിലെ സെർച്ച് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ. ഐ എം ഓൺ ഇറ്റ്. ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബോ, നിങ്ങൾ ഇനി 6 മിനിറ്റിൽ കമാൻഡ് റൂമിൽ എത്തേണ്ടതാണ്. എല്ലാം ക്ലിയർ ആണ്. ഡയമീറ്റേഴ്സ് ആൻഡ് മെഷർമെന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്പേസ് സ്റ്റേഷൻ കറക്റ്റായ
ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കമോൺ, ഇവറ്റകൾ നല്ല വിശപ്പില്ല. നിങ്ങൾക്ക് ഇനിയും അരമണിക്കൂർ ഡിന്നർ കഴിക്കണം, ഓർമ്മയുണ്ടോ? ഐ എം സോറി. ചെന്ന് നല്ലോണം കഴിക്കും. വെന്റൊന്ന് ചെക്ക് ചെയ്യേ. പീറ്റർ സർഗോവിച്ച്, ഇദ്ദേഹത്തെ ഞാൻ തിരഞ്ഞോണ്ടിരുന്നത്. ഹായ് വലേറ. ആ ടെസ്റ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം ഗ്രീൻ സിഗ്നൽ തന്നെയാ. ഇതിൽ സ്റ്റേഡിയത്തിന്റെ ക്യാമറ നിങ്ങൾ എന്തിനാ നോക്കിയത്? നിന്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പീറ്റർ സർഗോവിച്ച്, ഞാനത് നേരെയാക്കിയതാ. വലേറ, എന്തൊക്കെ നിങ്ങൾ ക്ലീനപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും സംഭവിച്ച കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്. 6 വർഷമായിട്ട് നീ നിന്റെ കുടുംബത്തിനെ മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു വലിയ റിസ്ക് ആണ്. എന്ത് സംഭവിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അവര് മണ്ടന്മാരൊന്നുമല്ല. ഒഫീഷ്യലി നമ്മൾ ഈ എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. നമ്മൾ ബട്ടർഫ്ലൈസിനെ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. തനിക്ക് നന്നായിട്ട് അറിയാം അവര് നമ്മളെ കോർട്ട് മാർഷൽ ചെയ്യുന്ന. നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കാൻ കുറെ ആൾക്കാരുണ്ട്. അവരെ പറ്റി ഒന്ന് ആലോചിക്കുക. എനിക്കങ്ങനെ ആരുമില്ല. ഇനി ഞാൻ കാരണം ഇതുപോലത്തെ തെറ്റുകളൊന്നും സംഭവിക്കില്ല. കമാൻഡർ ആന്റണോവ്, MCC നിങ്ങളെ വിളിക്കുന്നു. ഇല്ല, ഒന്നും മാറിയിട്ടില്ല. നാളെ രാവിലെ കൃത്യം 8:19 ആ ചെറിയ ഗ്രഹം പസഫിക് ഓഷ്യന് മേൽ വന്ന് വീഴും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുകമണ്ഡലവും മൂടും. അതുകൊണ്ട് വേറെ വല്ല പ്രശ്നമുണ്ടോ? ആ ചെറിയ ഗ്രഹം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സെൻസർ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ പുകമണ്ഡലവും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ താങ്ക് യു. ഹായ് പീറ്റർ സർഗോവിച്ച്. ഹായ് വലേറ. എല്ലാം എങ്ങനെ പോകുന്നു? ഹായ്. ഫൈൻ അലക്സിലോവിച്ച്. ഏകദേശം നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലസ്റ്ററിന്റെ അടുത്തേക്ക് നമ്മൾ എത്താറായി. മാനുവറിനും കുറെ സ്ഥലമുണ്ട്. സോ എല്ലാം ഓക്കെ ആണ്. നമ്മുടെ സെൻസറുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആന്റണോ, ഒന്ന് വിശദീകരിക്കും. കമാൻ ഗിയാന. അതെന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൽ ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് കാർബൺ. അതുകൊണ്ട് തന്നെ അതിന് മുകളിലുള്ള ചില കോമ്പൗണ്ട്സിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേക്കാം. കാരണം അത് വേറെ ട്രജക്ടറികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേ. നമ്പേഴ്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഇത് കണ്ടോ, ആ ക്ലസ്റ്റർ സാധാരണ കാണുന്നത് പോലെയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷെ ആ സെൻസർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ തെറ്റായിട്ടാണ് കാണിക്കുന്നെങ്കിൽ പോലും ആ ഫ്രാഗ്മെന്റ്സ് വേറെ ഏതെങ്കിലും ഒരു ട്രജക്ടറിലേക്ക് ഉറപ്പായും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് പസഫിക് ഓഷനെ ലക്ഷ്യം വെച്ചായിരിക്കും വരിക. നീ പോയിന്റിലേക്ക് കിടക്ക്, നമുക്ക് സമയമല്ല. ഓക്കെ, പറയാം. കബ്രോസ്കി ക്രായും പ്രിമോസ്കി ക്രായും നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തേ മതിയാകൂ. അത് മാത്രമല്ല, നമ്മൾ മഗഡൻ റീജിയനിൽ നിന്ന് പുറത്തിറങ്ങുകയും വേണം. എല്ലാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കമാൻഡർ ആന്റണോ, ആ ക്ലസ്റ്ററിന്റെ കോമ്പോസിഷനെ കുറിച്ച് ഇപ്പോൾ താങ്കൾക്ക് എന്നോടൊന്ന് വിവരിക്കാൻ എനിക്കിപ്പോ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. അലക്സിയോവിച്ച്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഉത്തരം കണ്ടുപിടിച്ച് പറയാം. ആ ക്ലസ്റ്ററിൽ നമുക്കറിയാത്ത എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതിനുത്തരം പറ. അതിന് ചാൻസ് വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കേണ്ടെന്നർത്ഥം. തീർച്ചയായിട്ടും ഉണ്ടാവില്ലല്ലോ. നോ സർ. എന്നാ കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്. നോക്ക്, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഭൂമി ഒരു ദിവസം അതിന്റെ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെയാ തോന്നുന്നത്. ശരിയല്ലേ? തിയറിറ്റിക്കലി ശരിയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? അതിന് ചാൻസ് ഉണ്ടെന്ന് പറയായിരുന്നു സർ. അപ്പൊ എന്തിനാ കുറച്ച് കുറച്ചായിട്ട് ഒഴിപ്പിക്കുന്നത്? ഭൂമിയിൽ മൊത്തത്തിൽ അങ്ങ് ഒഴിപ്പിച്ച പോരെ? അങ്ങനെ ചെയ്താലോ? നിനക്ക് വേണോ? നീ തന്നെ സ്റ്റോക്ക് ചെയ്യാണോ? ഹേയ്, ഞാൻ ജസ്റ്റ് ഇതുവഴി പോവായിരുന്നു. നിനക്കിത് വേണോ വേണ്ടയോ? വേണ്ടെങ്കിൽ വേണ്ട. അതെ, അന്ന് ആ സ്റ്റേഡിയത്തിൽ എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചിട്ടില്ല. നീ എന്താ ഫിനിഷ് ചെയ്യാതിരുന്നേ? ചെയ്യാൻ താല്പര്യമില്ലാത്തോണ്ട്. ഞാൻ കാരണം നീ അത് ഫിനിഷ് ചെയ്യാതിരുന്നാന്ന് വിചാരിച്ചത്.
നിന്നെ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ വിട്, നീ ഇത് നോക്ക്. ഓ, മതി. ഇതെന്താ ഇങ്ങനെ? മതി ചിരിച്ചത്. എല്ലാവരുടെ ജീവിതവും ഈ കോമറ്റിനെ പോലെ പ്രകാശിക്കട്ടെ. സ്നേഹത്തിൽ നമുക്ക് പാറി പറന്നു നടക്കാം. നമുക്ക് ആ അത്ഭുതം നിറഞ്ഞ കാഴ്ച ഇവിടെ ഭൂമിയിൽ നിന്ന് കാണാം. അത് ശരിയാ, എനിക്കൊരു സ്ഥലം അറിയാം. വാ നമുക്ക് പോവാം. Come on, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാം. Come on, അറബോവാ. വരൂ, സന്തോഷത്തിന്റെ ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപക്ഷെ നാളെ ഈ ലോകം അവസാനിച്ചാലോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അതെന്താ? തോന്നി, അതുകൊണ്ടാ പറഞ്ഞ. ലിറ, നീ എത്തിയോ? അതെ. നീ എന്താ ഒരുപാട് വൈകിയേ? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നതാ. ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണോ? വേണ്ട. എന്റെ ബെഡ്റൂമിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും കേക്കാത്തെന്താ? ഐ ആം സോറി. നിനക്ക് കേക്ക് കൊടുത്തിട്ട് പോവാൻ വേണ്ടി വന്നതാ. അതിരിക്കട്ടെ, നാളെ നീ ആ മീറ്റിയോ ഷവർ കാണാൻ പോവാണോ? ഇല്ല, അച്ഛന് ജോലിയുണ്ട്, എനിക്ക് സ്കൂളിലും പോണം. ശരി, അതോർത്ത് നീ വിഷമിക്കണ്ട. അപ്പൊ എന്റെ വിഷന്റെ കാര്യവോ? അതൊക്കെ വെറും കെട്ടുകഥകളാ. ഞാൻ തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നും വർക്കൗട്ടായില്ല. കറക്റ്റാ, നിന്റെ ആഗ്രഹങ്ങളെ സാധിക്കാൻ നീ ട്രൈ ചെയ്ത് കാണില്ല. എന്താ പറഞ്ഞ? ഓക്കെ, നാളെ ഫാസ്റ്റ് ആയിട്ട് ഒരു നക്ഷത്രം പോവും, ശരിയല്ലേ? അത് പോകും മുന്നേ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കണം. പക്ഷേ അതിന് സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളത് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കാം. അത് കണ്ട് നീയും പ്രാർത്ഥിച്ചോ? അത് നല്ലൊരു പ്ലാനാ. നാളെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ചെയ്യും, പക്ഷെ അത് സിറ്റിയിൽ നിന്ന് കാണാൻ പറ്റില്ലല്ലോ. ആ മേഘങ്ങൾക്കിടയിലല്ല അച്ഛനുള്ളത്. ഇങ്ങ വാ. ശരിക്കും ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ഇതാ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് കാണുന്നുണ്ടോ? അതെ, ഞാനിന്ന് അങ്ങോട്ട് പോയിരുന്നു. ആ ബിൽഡിങ്ങിന്റെ അകത്ത് ആർക്കും അറിയാത്തൊരു വഴിയുണ്ട്. റൂഫിലേക്ക് പോയാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അവിടുന്ന് നല്ല വ്യൂ ആയിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? മതി നോക്കിയത്. ഇനി നിന്റെ റൂമിലേക്ക് പോവാൻ നോക്ക്. നല്ല ഐഡിയ. പെർഗ് നമ്പർ 23. നന്നായി ദാഹിച്ചു വരഞ്ഞിരിക്കുമ്പോ ഒരു ബേർഡ് ട്രീ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നിങ്ങൾ ഒരു ഓറഞ്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വായിലേക്ക് വെച്ച് ദാ ഇങ്ങനെ പിഴിയുക.
മേഘങ്ങൾക്കിടയിലല്ലേ അച്ഛനുണ്ടാവുക? അതിനേക്കാളും ഉയരത്തിൽ. അങ്ങോട്ട് പോകണ്ട അച്ഛ. എന്തേ? ഒരുപാട് ദൂരത്തേക്ക് പോയാൽ ടെലിസ്കോപ്പ് ഇല്ലാണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ല. ഒരുപാട് ദൂരത്തേക്ക് പോയാൽ ടെലിസ്കോപ്പ് ഇല്ലാണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റില്ല. അതാണ് കാര്യല്ലേ? എന്നാ അതെന്റെ കയ്യിൽ താ. ഇല്ല, ഞാൻ തരില്ല. ഇത് എന്റെയാ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കുറയുകയാണ്. ഒരു മുൻകരുതലിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഇടയ്ക്കിടെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്തിനാ ഇപ്പൊ എന്നെ ഒരു രോഗിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാനാണ് പറഞ്ഞത്. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് സുഖം തോന്നുന്നു. കൂടുതൽ നല്ല കാര്യങ്ങൾ കാണുന്നതും ഹാർട്ട് അറ്റാക്കിന് വഴിയൊരുക്കിയേക്കാം. അത് ശരി, ഞാനത് ഓഫ് ചെയ്തു. നീ ചെന്ന് ഉറങ്ങ്. ഗുഡ് മോർണിംഗ് വ്ളാഡിവോസ്റ്റോക്ക്. ഇന്ന് എപ്പോഴത്തെയും പോലെ ഒരു സാധാരണ മൺഡേ ആണോ? അല്ല. ഏതാണ്ട് കുറച്ച് സമയത്തിനകം പ്രിമോറിയയിലെ ജനങ്ങൾ ഒരു അത്ഭുത കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു കൂറ്റൻ ആസ്ട്രോയിഡ് ആണ് ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ കടന്നു പോകാൻ പോകുന്നത്. അതും കൃത്യം 45 മിനിറ്റിനകം. ഇതാരും മിസ് ചെയ്യല്ലേ? ട്രാക്കിംഗ് ട്രെൻഡിൽ വല്ല ഡീവിയേഷൻ ഉണ്ടോ? തൽക്കാലം ഇവിടെ ഒരു ഡീവിയേഷനും ഇല്ല. ആന്റനോഫ്. ഗ്രേറ്റ്. എല്ലാ ഗ്രൗണ്ട് സർവീസസും ഹൈ അലർട്ടിലാണ്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. വെല്ലറ ഫോക്കൽ ലെങ്ത് ഒരു 3 പോയിന്റ് മാറ്റിക്കോളൂ. ഇത് മൊത്തം ഞാൻ ഇൻഫ്രാറെഡ് മോഡിലേക്ക് മാറ്റിയാണ്. സ്പെക്ട്രോഗ്രാഫ് എന്താണ് കാണിക്കുന്നത്? സ്പെക്ട്രോഗ്രാഫ് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സോസ്ഫിയറിന്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. പെരുകി പോയിന്റിലേക്ക് എടുക്കാൻ ഇനി 42 മിനിറ്റും 50 സെക്കൻഡും കൂടി ബാക്കിയുണ്ട്. കൃത്യം കാലത്ത് 8:18 ഒരു കൂറ്റൻ ആസ്ട്രോയിഡ് ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകാൻ പോകുന്നു. അതിനുശേഷം അത് അന്തരീക്ഷത്തിലേക്ക് മാഞ്ഞു മറഞ്ഞു. കാലാവസ്ഥ മാറ്റങ്ങൾ കാരണം ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഇതിനു മുമ്പ് വീണ ഉൽക്കകളെല്ലാം ഭൂമിയോടടുത്തുള്ളവയും വളരെ ചെറുതുമാണ്. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. ആ മീറ്റിയോറിന്റെ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ചെറുതായിട്ട് തട്ടിയുറയാൻ സാധ്യതയുണ്ട്. അതിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് വീഴാനും സാധ്യതയുണ്ട്. ആ മീറ്റിയറിന്റെ ഡയമീറ്റർ ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ആ മീറ്റിയർ കാരണം ഭൂമിക്ക് യാതൊരു റിസ്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. മോലെ ഒരു ഹൈഫൈ വന്നേ. യെഗോർ നല്ല കുട്ടിയായിരിക്കണേ. ബൈ ഡാഡ്. മെറ്റിയോർ കാണാൻ അവനെയും കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം ലീവ് ആയതുകൊണ്ട് എന്താ കുഴപ്പം? ആദ്യത്തെ ദിവസം തന്നെ സ്കൂൾ ലീവ് എടുക്കുന്നത് അത്ര ശരിയല്ല. മീറ്റിയോർ സ്റ്റാറൊക്കെ പിന്നെയും കാണാമല്ലോ. അത് പെരുകി പോയിന്റും കടന്ന് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ആ റോക്ക് സ്റ്റാറിന് ഒരു ഗുഡ് ബൈ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ. കൺഗ്രാറ്റുലേഷൻസ്. എത്രയൊക്കെ സന്തോഷിച്ചാലും നമ്മുടെ സേഫ്റ്റിയിൽ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. നമ്മുടെ ചിയർ സ്ക്വാഡിന് ഒരു ഹലോ പറഞ്ഞേക്ക. വലേറ 14 സെക്ടർ ഒന്ന് സൂം ചെയ്തേ. അത് മെയിൻ സ്ക്രീനിലേക്ക് മാറ്റിക്കേ. ഇതെന്താ? വലേറ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചേ. അവിടെ എന്താ സംഭവിക്കുന്നത്? ക്ലസ്റ്റർ എന്തുകൊണ്ടാ മൂണിന്റെ ഈ സൈഡിൽ കൂടെ ക്രോസ് ചെയ്യുന്നത്?
അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് വലുതാണ്. വളരെ വലുത്. വെലറ, പുതിയ ഡേറ്റ് വെച്ച് ആസ്ട്രോയിഡ് ഗ്രൂപ്പിന്റെ ഡയമീറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മേരാ അനാലിസിസ്. ഈ ആസ്ട്രോയിഡ് ഗ്രൂപ്പിന്റെ പാത്ത് നമ്മുടെ സ്റ്റേഷൻ പാത്തുമായി ഇന്റർസെക്റ്റ് ആകുന്നു. അതുകൊണ്ട് എലിയൂസീവ് മാന്യൂവറിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക. ക്ലസ്റ്റർ സ്റ്റേഷനിലേക്ക് എത്താൻ ഇനി എത്ര സമയമുണ്ട്? 7 minutes 35 seconds. ശരി, അങ്ങനെയാണെങ്കിൽ മാനുവറിംഗിനെ റെഡിയാക്കാം. റോജർ ദാറ്റ്. സോളാർ പാനൽ ഫോൾഡ് ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എൻജിൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം. സ്റ്റേഷൻ വളരെ വലുതാണ്. ട്രാൻസ്പോർട്ട് മോഡ്യൂളിനെ നമുക്ക് അഴിച്ചു മാറ്റിയാലോ? ഗോ അഹെഡ്. മേരാ ആസ്ട്രോയിഡ് ഗ്രൂപ്പിന്റെ സൈസ് എത്രയാ? അത് എവിടെയൊക്കെ ഡാമേജ് അതിന്റെ ഉണ്ടാക്കാം? ഡാമേജ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഒക്കിനോവ, പ്രിമോർസ്കി ക്രൈ, സൗത്ത് കൊറിയ എന്നീ ഇടങ്ങളിലായിരിക്കും. പ്രീമോർസ്കി ക്രൈനെ കുറിച്ച് പറ. ഡേറ്റ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും. മേരാ ലെറയെ വിളിക്കുക പ്ലീസ്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. അറബ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? ലെറ, ആ വിൻഡോയിനടുത്ത് നോക്ക്. എന്താ? വിൻഡോയിന്റെ അടുത്ത് നോക്ക്. എന്താ ഇത്? റൺ. ഇമ്പാക്റ്റിന് തയ്യാറായിക്കോളൂ. അവിടെ നിൽക്കണ്ട.
പെട്ടെന്ന് ഓടിക്കോ. വേഗം വേഗം വാ. നിഷ ഒരു മിനിറ്റ് നിൽക്ക്. നീ പേടിക്കണ്ട, നീ നിന്റെ ഫേസ് കവർ ചെയ്യ്. നിനക്കൊരു മെസ്സേജ് അയച്ചൂടായിരുന്നോ? ഞാൻ പറഞ്ഞു കേക്ക്. നോക്ക്, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ചായിരിക്കണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഞാൻ പോയി നോക്കാം. സൂക്ഷിച്ച്. അതെ മോളെ, എനിക്ക് അയ്യോ ഇവർക്ക് ജീവനുണ്ട്. നീ ഒന്ന് വേഗം പിടിച്ചാൽ നമുക്ക് ഇവിടെ കാറ് കയറ്റി കൊണ്ടുപോകാം. എനിക്കാണെങ്കിൽ 2 കിലോയിൽ കൂടുതൽ പൊക്കാനും പറ്റില്ല. അതെ മോനെ, ഒന്ന് നിൽക്കോ, ഒന്ന് വന്നേ, ഞങ്ങളൊന്ന് സഹായിക്കും. ഇവർക്ക് ജീവനുണ്ട്. ഇവിടെ ഇപ്പം തന്നെ എടുത്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇങ്ങോട്ട് കയറ്റിക്കോ, കയറ്റിക്കോ. സൂക്ഷിച്ച് തലയിടിക്കരുത്. നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. എഴുന്നേക്ക്, എഴുന്നേക്ക് മൂസിയ. ചെന്നവളെ തഴുകി സ്വബോധത്തിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് പതുക്കെ, പതുക്കെ പോ. നിനക്ക് പേടിയാണെങ്കിൽ ഒന്ന് കണ്ണടച്ചിരിക്കേ. എന്നോട് ക്ഷമിക്ക്, ഞാൻ കണ്ണട വെക്കാത്തതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ കാണാതിരുന്നത്. പിന്നെ നീ ആ കഴുത്തെ തൂക്കിട്ടിരിക്കുന്ന എന്തുകൊണ്ടുവാ? കണ്ണട ഇട്ടാലും നിനക്ക് കണ്ണു. റീഡിംഗ് ക്ലാസ് ആണ്. എന്റെ ഡിസ്റ്റൻസ് ക്ലാസ് എവിടെ പോയിന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാ പറയുന്നത് എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കണമെന്ന്. നീ ഒന്ന് വായടക്കുന്നുണ്ടോ? ഇപ്പൊ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ മറന്നു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാ. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ണട അന്വേഷിച്ചപ്പോ അത് ഫ്രിഡ്ജിൽ നിന്നാണ് കിട്ടിയത്. അതെങ്ങനെയാ അവിടെ പോയത്? അവക്ക് ബോധം വന്നോ? എന്തൊരു അത്ഭുതം ഇത്. താങ്ക് യു മൂസിയ. അവള് കാരണം ഭേദായത്. അവള് നിന്നെ രക്ഷിച്ചു. നിങ്ങളും വേണമെങ്കിൽ അവളെ എടുത്ത് മടിയിൽ വെച്ചോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവള് ശരിയാക്കി തരും. എന്താ, ശരിയല്ലേ? എന്റെ പൊന്നെ, ഇങ്ങോട്ട് വാ എന്റെ കുഞ്ഞെ. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടാണെന്നോ. ഇവിടെ എന്താ സംഭവിക്കുന്നത് റോമ? എനിക്ക് പേടിയാവുന്നു റോമ. ശരി, ഞാനെല്ലാം നോക്കിക്കോളാം. നീ ഒന്ന് സമാധാനം നോക്ക്. ഒന്നുമില്ല, സാരമില്ല, ആരും പേടിക്കണ്ട. നമുക്കെല്ലാം ശരിയാക്കാം. സൂക്ഷിച്ചു.
അയ്യോ. ശ്ശേ. ഒന്ന് കാറി ഇറങ്ങ്, ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്, ഒന്ന് വേഗം ഇറങ്ങ്. ആദ്യം ഇവിടുന്ന് പോവാം. എവിടെ പോയി? അച്ഛാ വന്നിനെ പിടിക്ക. ലെറാ, നീ എവിടെയാ? ഞാൻ നിന്നെ പിടിക്കേ. ലെറാ മോളെ, ഞാൻ നിന്റെ അടുത്തെത്തി. പറ്റില്ല. ഞാൻ നിന്നെ പിടിക്കും. ഞാൻ ജയിച്ചു. എന്നെ പിടിക്കാൻ ലെറാ, പറ്റില്ല. നീ ഒറ്റയ്ക്ക് പോകരുത്. ലെറാ, ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ലെറാ, എന്ത് പറ്റി? ലെറാ, ലെറാ. മിറ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ഡാമേജസിന് ശേഷം സ്റ്റേഷൻ ക്ലസ്റ്റർ പാത്തിൽ നിന്നും നീങ്ങിയിരിക്കുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് ഏരിയയിൽ ലോക്കൽ ലൈഫ് സപ്പോർട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് പറ്റി? ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ? സ്റ്റേഷന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രഷറിന്റെ അളവ് കുറവാണ്. ക്രൂവിലെ ഒരാളാണ് രക്ഷപ്പെട്ടത്. ആരാ? നിങ്ങളാണ് ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബാവ്. സ്റ്റേഷനെയും ക്രൂ റിപ്പോർട്ടിനെയും മിഷൻ കൺട്രോൾ സെന്ററിന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഭൂമിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ലെറയ്ക്ക് എന്ത് പറ്റി? കിട്ടിയ സോഴ്സസിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ്. മിറ, സെൻട്രൽ കൺട്രോൾ റീബൂട്ട് ചെയ്യേ. എമർജൻസി ലൈറ്റ്സ് ടേൺ ഓൺ ചെയ്യേ. ഭൂമിയിൽ മെറ്റിയോർ വീണതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് റെഡിയായിട്ടുണ്ട്. 1,60,00,000 സ്ക്വയർ കിലോമീറ്ററിന് ഇമ്പാക്ട് ഉണ്ടായതായിട്ടാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ഈസ്റ്റിലോട്ട് അതിന് ഇമ്പാക്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. പ്രധാനമായി ചൈനയിലെ കോസ്റ്റൽ ടെറിട്ടറി, പിന്നെ ജപ്പാൻ, മാത്രമല്ല ന്യൂസിലാൻഡ് ടെറിട്ടറീസിലും മെറ്റിയോർ വീണതിന്റെ ഇമ്പാക്ട് കാരണം എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ മീറ്റിയോർ വീണതിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ഫെഡറൽ റെസ്ക്യൂ സർവീസ് ആണ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്ക്യൂ ഐലാൻഡിനെ ആ ടീം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ക്യാമ്പസിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ ഫാമിലിക്ക് എന്ത് പറ്റി? സ്വെറ്റ്ലാനയുടെ ഫോൺ ട്രാക്ക് ചെയ്തതിൽ നിന്നും ആ ഹോസ്പിറ്റൽ ടെറിട്ടറിയുടെ അടുത്തുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബവും മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്നും കോൾ വരുന്നു. മനസ്സിലായി. ഓക്കെ, ചെയ്തേക്കാം. ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ സ്റ്റേഷന്റെ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോ മിറയായിരിക്കും ഈ മൊത്തം ഇവാക്യുവേഷൻ പ്രോഗ്രാമിനും നേതൃത്വം നൽകുക. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ടാസ്ക് തരാം. അവള് പറയുന്നത് അതേപോലെ അനുസരിക്കുക. കേട്ടല്ലോ? റോജർ ദാറ്റ്. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയേക്കാം. വളരെ നല്ലത്. മിറ, ഇപ്പൊ ടൈം ഫ്രെയിം എന്താ? നമ്മുടെ സ്റ്റേഷൻ അറ്റ്മോസ്ഫിയറിലോട്ട് 3 മണിക്കൂർ 14 മിനിറ്റ് 15 സെക്കൻഡിൽ കടക്കുന്നതായിരിക്കും. മിറ, സെർച്ച് സിസ്റ്റം സ്റ്റേറ്റസ് എന്താ? സെർച്ച് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുക. വ്ലാഡിവോസ്റ്റോക്കിലോട്ട് ഡയറക്റ്റ് ചെയ്യുക. ലിറയുടെ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. CCTV ഡേറ്റാബേസും ചെക്ക് ചെയ്യുക. സെർച്ച് സിസ്റ്റം ഉപയോഗിച്ചാൽ ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗം കുറയാൻ സാധ്യതയുണ്ട്. എനിക്കതൊന്നും അറിയണ്ട. ലിറയെ കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന്.
അച്ഛാ, എന്നെ help ചെയ്യൂ. അച്ഛാ, എന്നെ help ചെയ്യൂ. അച്ഛാ, please. ഞാൻ നിന്നോട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞതല്ലേ? ശരി, നീ കരയേണ്ട, അച്ഛനുണ്ട്. Sorry, അച്ഛാ. നീ എനിക്ക് അങ്ങനെ പേടിക്കണ്ട. ചെയ്യില്ല. I'm sorry, അച്ഛൻ അച്ഛാ. എത്രയും പെട്ടെന്ന് നിന്നെ രക്ഷിക്കും. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട മോളു, പേടിക്കണ്ട. അച്ഛൻ പെട്ടെന്ന് തന്നെ ഇത് തുറക്കും. ഓക്കെ മോളെ, നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാൻ തുടങ്ങാം. അച്ഛനിപ്പോ തുടങ്ങാണേ. അറിയാതെ ഞാൻ പറക്കും പറക്കും, ഞാൻ എവിടെയാണ് പറന്നു വാ. നിറമോളെ, നീ പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പാടാം. നല്ലോണം ഒച്ചത്തിൽ പാട്. അച്ഛനൊപ്പം ചേർന്ന് പാടും മോളെ. എല്ലാവരും ഇഷ്ടപ്പെടുന്നോരിടം, എല്ലാവരും മറന്നു പോയിടം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരുള്ള ആയിടം. ലെറ ഓവർ. ലെറ, ലെറ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ലെറ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ലെറ, ഇത് നിങ്ങളാണോ അച്ഛാ? മോളു, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനിപ്പോ എവിടെയുള്ള? ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷെ അതിനു മുമ്പ് നീ എന്നെ കണ്ടുപിടിക്കണം. എന്ത്? മിറ, നിന്റെ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ നോക്കിയപ്പോ അത് പൊട്ടിയിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോ വേറെ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. നീ ഓക്കെ അല്ലേ മോളെ? നിനക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ടോ? മോളെ, എന്തെങ്കിലും പറ. മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിറ, നിന്റെ കൈ വിരിച്ചു പിടിക്കേ. നിനക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, പറയുന്ന പോലെ ചെയ്യ. അങ്ങനെ തന്നെ. ഗുഡ്, വെൽ ഡൺ. അങ്ങനെ തന്നെ. അച്ഛൻ തന്നെ കാണുന്നുണ്ട്. നിനക്കത് ചെയ്യാൻ പറ്റും. നീ എന്നെ കണ്ടുപിടിച്ചു. അച്ഛൻ ടെലിപാഡിലൂടെയാണ് സംസാരിക്കുന്നത്. അതെ മോളു, അതൊരു ബേബി മോണിറ്ററാ. അതിലൊരു ചെറിയ ക്യാമറയും ഒരു കുഞ്ഞ മൈക്രോഫോണും ഉണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഹായ് മോളു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട. അമ്മ ബോറിസിനൊപ്പം ഐലാൻഡിലുണ്ട്. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. സോറി മോളെ, എനിക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛനിപ്പോ എന്റെ അപ്പാർട്ട്മെന്റിലാ ഉള്ളത്? സിറ്റി മൊത്തം ഡാമേജ് ആയിരിക്കുക. പിന്നെ നമ്മുടെ നിന്റെ വീട് മൊത്തം തകർന്നു കിടക്കുക. അച്ഛൻ എങ്ങനെ ഇതൊക്കെ സംഭവിക്കാൻ അനുവദിച്ചത്? ഇത് തടയാൻ അച്ഛൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലേ? എന്തുകൊണ്ടാ ചെയ്തില്ല? ലെറ, ലിസൺ ടു മീ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും നീ അവിടെ നിന്ന് പുറത്തേക്ക് വരണം. മിറ ഇപ്പൊ ഈ വീട് മൊത്തം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. നീ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാ. ഞാൻ എങ്ങനെയെങ്കിലും ഈ സിഗ്നൽസ് എല്ലാം മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് എങ്ങനെ പുറത്തേക്ക് വരണം ഞാൻ പറയാം. ഓക്കെ? മിറ, വീഡിയോ സ്ട്രീം കണക്ട് ചെയ്യേ. എന്നിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ സ്കാൻ ചെയ്യാൻ തുടങ്ങ്. എഴുന്നേക്ക്. ഗുഡ് ജോബ്. ഇവിടെ ഒരാളുണ്ട്. നോർത്ത് വിങ്ങിലുള്ള ഒരു ടോയ് ഷോപ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആ കൈ ഇങ്ങോട്ട് നീട്ട്. കമോൺ, കൈ ഇങ്ങോട്ട് നീട്ട്. സൂക്ഷിച്ച്. അങ്ങനെ തന്നെ.
അതെ, നിനക്ക് നടക്കാൻ കഴിയോ? ഓക്കെ, വാ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താ നിന്റെ പേര്? ലീറ. ലീറ, നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആർ യു ഓൾ റൈറ്റ്? നോക്ക്, ഞങ്ങൾ ആ ഭാഗത്ത് ഒരു ക്യാമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആദ്യം അവിടേക്ക് എത്ത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്ലീസ്, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, അപകടമാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ, പെട്ടെന്ന് പോകൂ. പറയുന്നത് കേൾക്കില്ല ലീറ, പോകൂ. അവളെ പെട്ടെന്ന് എടുക്കേ. ഹലോ, ഇവരെ വേഗം വണ്ടിയെ കയറ്റിക്കേ. സാർ ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ കുട്ടികളെ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം. വലേറ അറബോ 15 ഏഗർ ബാസോ, അവൻ 8 വയസ്സാ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജിംനേസിയം 139 ഗ്രേഡ് 2A. സാർ ഒന്ന് നോക്കണം. അവരുടെ മരുന്നുകളൊക്കെ അങ്ങോട്ട് അയച്ചോ. അല്ല, 2 പെട്ടി അങ്ങോട്ട് അയക്കണോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അറബോ, യാ, ഇത് ഞാനാ. നീ ഓക്കെ അല്ലേ? ആ ലിറയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ എവിടെയാണെന്ന് നിനക്കറിയോ? അറിയാം, നിനക്ക് ഞാൻ കണക്ട് ചെയ്യാം. ലിറ, അമ്മ ലൈനിലുണ്ട്. ലിറ, ലിറ. അമ്മേ, എന്റെ ഈശ്വര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അമ്മ ഇപ്പൊ എവിടെയാണല്ലേ? ഞങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാ. ഇവിടെ ഒരു ഹോസ്പിറ്റൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബ്രിഡ്ജ് തകർന്നുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റില്ല മോളെ. സോറി മോളെ. അമ്മ, അതൊന്നും സാരമല്ല. അറബോ എന്നെ സഹായിക്കുന്നുണ്ടല്ലോ, പേടിക്കണ്ട. ഏഗോർ എവിടെ? ഇത് ലിറയാ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഏഗോറിന് കുഴപ്പമൊന്നുമില്ല. സ്കൂളിലുള്ള എല്ലാരെയും ഇങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു വരുന്നത്. നിനക്ക് കേൾക്കുന്നുണ്ടോ? യഗോറിന് ഒരു കുഴപ്പമില്ല. പ്ലീസ് മോളെ, നിന്റെ അച്ഛൻ പറയുന്നത് അനുസരിക്ക്. അമ്മേ, ഏഗോർ ശരിക്കും അവിടെയാണോ ഉള്ളത്? എനിക്കറിയില്ല, അവരാ ലിസ്റ്റ് എത്തി തന്നില്ല. ഞാൻ ചെക്ക് ചെയ്യാം. എല്ലാവരും ഇങ്ങോട്ട് വരുന്നെന്നാ പറഞ്ഞത്. അറബോ, കേൾക്കുന്നുണ്ടോ? എല്ലാം ഇപ്പൊ നിങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി കൊണ്ടുവരുന്നത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. എന്താ പറ്റോ? യാ സ്വെറ്റ്, അത് ഞാൻ തരുന്ന വാക്കാ. ഞാൻ അവളെ നോക്കിക്കോളാം. നീ അവിടെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് തെറ്റുപറ്റി. ഓക്കെ ലിറ, നീ ഇപ്പൊ അവിടെ അടുത്തുള്ള ക്യാമ്പിലോട്ട് പോ. അതാണ് നിനക്ക് സേഫ്. അവൻ അവിടെ ഇല്ല അച്ഛാ. ആര്? ഏഗോർ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ലായിരുന്നു. അവൻ മീറ്റിയോ ഷവർ കാണാൻ പോയതാ. എങ്ങോട്ട് പോയി? മിറ, ഈ ബിൽഡിംഗ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യ. അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ ലിറ? എനിക്കറിയാം, ഞാൻ അവനെ അങ്ങോട്ട് അയച്ചത്. ആ ബിൽഡിംഗിന്റെ അവസ്ഥ വളരെ മോശമാണ്. 87% അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഓ ജീസസ്. ഓക്കെ, നീ ഇപ്പൊ ആ ക്യാമ്പിലോട്ട് ചെല്ല്. ഇത് ഞാൻ നോക്കിക്കോളാം. അവനവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മിറ സ്കാൻ ചെയ്ത് പറയും. എന്നിട്ട് അവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് റെസ്ക്യൂ ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് അറിയിച്ചോളാം. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? അങ്ങോട്ട് പോകരുത്, അവിടെ ആരുമില്ല. ആ സ്ഥലം വളരെ ഡേഞ്ചറാണ്. ലിറ പറയുന്നത് കേൾക്ക്, അങ്ങോട്ട് പോകരുത്. ക്യാമ്പ് ആ ഭാഗത്തല്ല. ലിറ, മിറ സിഗ്നൽ കിട്ടിയില്ലേ? ഇപ്പൊ ലിറയ്ക്ക് കോൾ ചെയ്യാൻ നോക്ക്. സെർച്ച് സിസ്റ്റം ഡീആക്ടിവേറ്റഡ്. സ്റ്റേഷൻ ഹൈബർനേഷൻ മോഡിലോട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. മിറ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് പറ. എഞ്ചിനീയറിംഗ് ഏരിയസിലുള്ള റീചാർജബിൾ ബാറ്ററീസ് തീർന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് എഞ്ചിനീയർ അറബോ, ഈ സ്റ്റേഷൻ ഇനിയും അറ്റ്മോസ്ഫിയറിലോട്ട് 2 മണിക്കൂർ 22 മിനിറ്റിൽ കടക്കുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകണം. മിറ, ഈ ബാറ്ററി ബാക്കപ്പിന് എന്ത് സംഭവിച്ചു? ആ, നന്നായിരിക്കും. ലാബോറട്ടറി ബാറ്ററിയോടൊപ്പം കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്താ? ഏരിയസിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായിരിക്കുകയാണ്. ഞാനിപ്പോ അപ്പുറത്തേക്ക് പോയാ അത് ശരിയാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇവിടുന്ന് പുറത്തു പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. ദയവായി ലൈഫ് ബോർഡ് ചെന്നെടുത്തോളൂ. മിറ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? സ്പേസ് വാക്കിന് വേണ്ടി റെഡിയാക്ക. ഞാൻ പുറത്തേക്ക് പോവാൻ പോവാ. അതിനാൽ എല്ലാവരും ബിൽഡിംഗിൽ നിന്ന് പുറത്തു കടക്കേണ്ടതാണ്. എമർജൻസി എല്ലാവരും ശ്രദ്ധാപൂർവ്വം പുറത്തു കടക്കുക. എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തു കടക്കേണ്ടതാണ്.
ശ്രദ്ധിക്കുക, അപായ സൂചന ലഭിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാവരും ബിൽഡിംഗിൽ നിന്നും പുറത്തു കടക്കേണ്ടതാണ്. എമർജൻസി വഴിയായി എല്ലാവരും ശ്രദ്ധാപൂർവം പുറത്തു കടക്കുക. ശ്രദ്ധിക്കുക, അപായ സൂചന ലഭിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാവരും ബിൽഡിംഗിൽ നിന്നും പുറത്തു കടക്കേണ്ടതാണ്. എമർജൻസി എക്സിറ്റ് വഴിയായി എല്ലാവരും ശ്രദ്ധാപൂർവം. യേഗോർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ അറബോ, നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ? നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എനിക്കറിയാം. കൂടാതെ 147 മറ്റു ഭാഷകളും എനിക്ക് അറിയാവുന്നതാണ്. മിറ, ഞാൻ ചോദിച്ചത് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ എപ്പോഴാ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത്? യേഗോർ, ലേരാ, യേഗോർ പേടിക്കണ്ട, ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. മിറ, ലാബിൽ നിന്നുള്ള അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് 60 ഫീറ്റ് ആണ്. അപ്പൊ ഇത് മതിയാവും തോന്നുന്നു. വളരെ നല്ലത്. ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. വാർണിംഗ്, സ്പേസ് സൂട്ട് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കയറും. സ്പേസ് സൂട്ട് ഡാമേജ് ആയാൽ ഹീറ്റ് കൂടും, ഓക്സിജൻ കുറയും. മാത്രമല്ല, നീ ഒന്നും മിണ്ടാതിരിക്കോ? വയറെന്താ വലിച്ചിട്ട് വരാത്തത്? കേബിൾ ലെങ്തും കണക്റ്റിംഗ് പോയിന്റ്സും ശരിയായ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ തികയുന്നില്ല. യേഗോർ, നീ അവിടുത്തെ ചാടി, ഞാൻ നിന്നെ പിടിച്ചോളാം. ഇറ്റ്സ് ഓക്കേ, നിനക്കൊണ്ട് പറ്റും. ഫ്ലൈറ്റ് എഞ്ചിനീയർ അറബോ, നിങ്ങൾ ഇത്രയും ശക്തിയിൽ ആ കേബിൾ വലിച്ചാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നിന്നെ പിടിച്ചോളാം, പേടിക്കണ്ട.
Come on, ചാട് ചാട്. എനിക്കിപ്പോ വേറെ വഴിയില്ല. Egor, നീ ഓക്കേ അല്ലേ? എന്റെ രണ്ടാമത്തെ പല്ലും താഴെ വീണു. എന്താ? എല്ലാം ശരിയാണോ? ഇതും മനസ്സുമായി ബന്ധമുള്ള ചോദ്യമാണോ? അപ്പൊ നിനക്ക് ദേഷ്യമൊക്കെ വരുമല്ലേ? ശരി, സെർച്ച് സിസ്റ്റം ഓൺ ചെയ്ത് ലെറ എവിടെയെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഫ്ലൈറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആയി. ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. ലെറ ബിൽഡിംഗിനകത്തുണ്ട്. എന്താ? ആ ബിൽഡിംഗ് തകരാനുള്ള സാധ്യത ഓക്കെ, കൂടുതലാണ്. എന്നെ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യ. ഞാനിപ്പോ വന്നോണ്ടിരിക്ക. Come on, വേഗം വാ. ഇതിലൂടെ. ഇതിൽ പോ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ, ലെറ. ആരപ്പോ? നിങ്ങൾ എവിടെയായിരുന്നു? നീ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? ഞാൻ നിന്നെ ക്യാമ്പിലോട്ട് പോവാനല്ലേ പറഞ്ഞത്? നീ ബിൽഡിങ്ങിലോട്ട് പോകാൻ പാടില്ലേ? ഞാൻ അവനെ കണ്ടുപിടിച്ചു. ഏഗോണിനെ കണ്ടുപിടിച്ചു. നീ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇടിഞ്ഞു വീണോണ്ടിരിക്കുക. എങ്ങനെ പുറത്തു പോകേണ്ടത് അറിയില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാ. ലെറ, നീ എവിടെയെങ്കിലും സേഫായി ഓടിച്ചിരിക്കുക. എനിക്കൊരു 20 സെക്കൻഡ് വേണം. നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് അങ്ങോട്ട് പോ. ഇവിടെ വിളിക്കാം. വെൽക്കം ബാക്ക് ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബോ. മിഴ, ആ ബിൽഡിങ്ങിന്റെ സാഹചര്യം അറിയാനായിട്ട് എനിക്കൊരു മാപ്പ് വേണം. ഇൻഫർമേഷൻ സെർച്ച് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. ലെറ മോളെ, നിങ്ങോട്ട് നോക്ക്. നീ അവിടെയുള്ള ക്രാക്കുകളെല്ലാം സൂക്ഷിക്കണം. മിറ, ഇപ്പൊ പുറത്തു പോകാനുള്ള വഴി നോക്കുക. ഈ ടെഡി ബെയറാണോ നമ്മളോട് സംസാരിക്കുന്നേ? യാ, എറബോ ഇതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മളെ സഹായിക്കുവോ? ഉറപ്പായി നമ്മളെ സഹായിക്കും. നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കും. ലെറ, ലെറ. യാ. ഇപ്പൊ നീ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറണം. മെട്രോയിഡ് ബ്രീച്ചിലോട്ട് എത്തണം. ഇതില്ലാതെ നിനക്ക് വേറെ വഴിയില്ല. ഓക്കെ, അതെവിടെയെന്ന് എനിക്കറിയാം. കമോൺ, വാ പോവാം. Come on, Lara. Well done. Come on, Lara. നീ അടുത്തെത്തി. Lara, നിക്ക്. അവിടെ തന്നെ താഴേക്ക് പോ. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഇതിലൂടെ വരുന്നില്ല. എന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പേടിക്കല്ലേ, ഇങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്തെങ്കിലും ഒരു വഴി ഉറപ്പായി. എത്രയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങ്. എന്നെ നോക്ക്. ഒന്നും സംഭവിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം കളിക്കാം. നമ്മൾ രണ്ടുപേരും അതിൽ മങ്കീസ് ആയിരിക്കും. ഓക്കെ, നീ എന്റെ പുറത്ത് കയറി ഇരുന്ന് ടൈറ്റ് ആയിട്ട് പിടിച്ചോ. പേടിക്കണ്ട, മുറുകെ പിടിച്ചിരുന്നോ. പേടി വിടരുത്. നിന്നെ കൊണ്ട് പറ്റും. കമോൺ. നിക്ക്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കണക്ഷൻ ഇന്ററപ്റ്റഡ്. ഓക്കേ, ഓക്കേ. നിനക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിനക്ക് അവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് വേഗം റിപ്പോർട്ട് ചെയ്യേ. ബിൽഡിംഗ് ഇപ്പോൾ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. അത് തകർന്നു വീഴാൻ 97% സാധ്യതയുണ്ട്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? യെസ്, എന്നെ കൊണ്ട് എമർജൻസി എസ്കേപ്പ് ക്യാപ്സൂൾ തയ്യാറാക്കാൻ പറ്റും. പക്ഷേ അതിന് ഡീകംപ്രഷൻ തീരണം. പ്ലീസ് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളെ ശാന്തനാക്കുന്ന ആ വീഡിയോ എടുത്ത് കാണുക. അച്ഛൻ ആ മേഘങ്ങൾക്കിടയിലായിരിക്കും അല്ലേ? ഞാൻ അതിന് മുകളിലാ മോളെ. അങ്ങോട്ട് പോണ്ട അച്ഛാ. ഇത് ഓഫ് ചെയ്യ. ഇത് ഓഫ് ചെയ്യാനാ പറഞ്ഞ. ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ? ശരി, ചെയ്യാം. പവർ സേവ് ചെയ്യാനായിട്ട് ടാപ്പ് ചെയ്യാത്ത എല്ലാ ഡിവൈസസും ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഡീകംപ്രഷൻ തീരാൻ ഇനിയും 7 മിനിറ്റ് 40 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് പേടിയാവുന്നു. മുറുകെ പിടിച്ചോ. താഴെ വീഴരുത് പ്ലീസ്.
നീ ഓക്കെ അല്ലേ? എന്നെ കൊണ്ടത് പറ്റാതെ പോയി, സോറി. എന്ത് ചെയ്യാൻ പറ്റിയില്ലെന്ന്? ആ സ്റ്റാർ ആകാശത്തുനിന്ന് താഴെ വീഴുമ്പോ അത് കണ്ട് പേടിച്ച് ഞാൻ കണ്ണടച്ചു. അതുകൊണ്ട് ആ സ്റ്റാറിന്റെ അടുത്ത് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഓ, നിന്റെ ചീക്ക് സ്വെല്ലായിട്ടുണ്ടല്ലോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം മാറിക്കോളും. ആ മീറ്റിയ ഷവർ ഉണ്ടെങ്കിൽ മാത്രമല്ല, അതില്ല എങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു മീറ്റിയോർ എന്നെ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, കേട്ടല്ലോ? ആ മീറ്റിയോസ് ഒക്കെ വീഴുമ്പോ എന്താ സംഭവിച്ചെന്ന് നീ കണ്ടില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നോ? അന്ന് എനിക്ക് 8 വയസ്സായിരുന്നു, ശരിക്കും നിന്നെ പോലെ തന്നെ. അപ്പോഴാണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയത്. അമ്മ കടയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞാനും മറവവും കൂടി ലിഫ്റ്റിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അറിയാണ്ട് ഞാൻ അവിടുത്തെ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. അറബാവ് ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ടായി. ഞാൻ ശരിക്കും പേടിച്ചുപോയി. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ലായിരുന്നു. അറബാവ് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ നല്ല കരച്ചിലായിരുന്നു. ശരിക്കൊരു മിറാക്കിൾ സംഭവിക്കില്ലെന്നോർത്ത്. പിന്നെന്താ സംഭവിച്ചേ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലായിരുന്നോ? പിന്നീട് ഞങ്ങൾ സംസാരിച്ചില്ല. അദ്ദേഹം സ്പേസിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഈ പേര് ഉപയോഗിച്ച് നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചൂടെ? അതെ, പക്ഷെ ഇതൊരു 1 വേ കണക്ഷനാണ്. അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നത് ഇത് താഴെ വീണപ്പോ ഇതിന്റെ മൈക്രോഫോണും ക്യാമറയും പൊട്ടിക്കാണുന്ന. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തു. ഇനി പോവാം. ലേര, പുറകില് മറ്റൊരു എക്സിറ്റും കൂടി ഉണ്ട്. ശ്രദ്ധിക്കുക, അപായ സൂചന ലഭിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അപായ സൂചന ലഭിച്ചിരിക്കുന്നു. വാ പോവാം, വേഗം ആട്ടെ. ശ്രദ്ധിക്കുക, അപായ സൂചന ലഭിച്ചിരിക്കുന്നു. നമ്മൾ എവിടെയാ ഉള്ളതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. യേഗോർ, യേഗോർ, എന്റെ അടുത്തുനിന്ന് പോവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്? ലേര, യേഗോർ, നീ എന്തിനാ എന്റെ അടുത്തുനിന്ന് പോയത്? ലേര, എന്തുപറ്റി? അവര് നമുക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നേ? നീ വന്നേ. ഇതിന്റെ അകത്താരും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ വേറൊരു പൊട്ടിയ കാറും കൂടി ഉണ്ട്. അടുത്തുനിന്ന് മാറില്ല. ഡാമേജ് ആയ കാറിന് എങ്ങനെ ശബ്ദം വരുന്നത്? യേഗോർ,
യേഗോർ ഗ്രീൻ ലൈറ്റിൽ പോവാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. യേഗോർ നിക്ക്, ഓടല്ലേ. യേഗോർ ഞാൻ പറയുന്നത് നീ കേൾക്കാത്തത്, നിക്ക്. യേഗോർ നിക്ക്. നിന്റെ അച്ഛനെ കൊണ്ട് പലതരത്തിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോ ഈ ഗ്രീൻ ലൈറ്റ് അദ്ദേഹം നമുക്ക് തരുന്ന സിഗ്നൽ ആണെങ്കിലോ? അദ്ദേഹം നമുക്ക് വഴി കാണിക്കായിരിക്കോ? ഈ വഴിയിലൂടെ പുറത്തു കിടക്കേണ്ടതാണ്. ദയവായി ഈ വഴി മാത്രം ഉപയോഗിക്കുക. ഓക്കേ, നമുക്കത് ചെക്ക് ചെയ്യാം കേട്ടോ. ആ ശരി. നീ കണ്ടോ? എന്റെ പുറകെ വാ. സിഗ്നൽ പച്ചയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാം. നിനക്കറിയോ മിറ, ട്രാഫിക് ലൈറ്റ്സ് ശരിക്കും ഒരു നല്ല ഐഡിയയാണ്. ലെറയെ ഞാൻ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ ഈ എമർജൻസി സ്റ്റേഷൻ വിട്ട് നിങ്ങളെ പുറത്തിറക്കാൻ എനിക്ക് എളുപ്പത്തിൽ സമ്മതിപ്പിക്കാൻ പറ്റൂ. ഓക്കെ, ഞാൻ കൺവിൻസ്ഡ് ആണ്. നമുക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാം. ഇത് നല്ല കൂളാണല്ലോ. മിറ, ഹോഴ്സിന്റെ സ്വിച്ച് ഓൺ ചെയ്യേ. അവിടെ ഒരു സൈൻ കാണുന്നുണ്ട്. വാവ്, യേഗോർ ഞാൻ ഇവിടെ ഉണ്ട്. വാ പോ. വാവ്, ഇത് ശരിക്കും കൂളാണ്. 8, 9. അരബോ നമുക്ക് നന്നായിട്ട് വഴി കാണിക്കുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും അദ്ദേഹത്തെ അരബോ എന്ന് വിളിക്കുന്നേ? അല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ? ഇത് ഒട്ടും ശരിയല്ല കേട്ടോ. അദ്ദേഹം നിന്റെ അച്ഛനല്ലേ? നീ എന്തിനാ അങ്ങേർക്ക് സപ്പോർട്ട് ചെയ്യുന്നേ? മിണ്ടതവാ. മിറ, ഇപ്പൊ കോൺസ് ഓൺ ചെയ്യേ. ഞാൻ നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കില്ലേ? ശരിക്കും അദ്ദേഹം കൂളാ. ഒരു മിനിറ്റ്, ആരാത്? അത് ഓൺ ചെയ്യേ. ഓ, അതാരാ? അതും അറബോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പേടിക്കണ്ട, വാ പോ. ഓക്കെ ഫൈൻ. നീ ഇപ്പൊ എസ്കേപ്പ് ക്യാപ്സ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോ. ഹേയ് നിക്ക്. അപ്പൊ നമ്മൾ എത്തിയോ? നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിലൂടെ നമുക്ക് താഴേക്ക് പോവാം. ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബോ, ക്യാപ്സൂൾ ഇനിയും 4 മിനിറ്റിൽ തയ്യാറാകുന്നതായിരിക്കും. അച്ഛന്റെ പൊന്നുമോളെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരിക. മിറ, ഞാൻ റെഡിയാണ്. ഇതെല്ലാം ഓഫ് ചെയ്തേക്ക്. വേഗം വാ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണം. യേഗോർ അവിടെ നിൽക്ക്. അവരങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്ന കേക്ക്. അവിടെ നിൽക്ക്. ടേൺ ഓഫ് ചെയ്യല്ലേ, നിക്ക്. മിറ, എന്താ ഇത്? അനലൈസ് ചെയ്യാ. ഗോൾഡൻ ഹോൺബേയിലുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് ടാങ്കർ ഒരു കാരണമില്ലാതെയാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. യേഗോർ, 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 ഓ മൈ ഗോഡ്, യേഗോർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. യേഗോർ, ഇവിടെ നോക്ക്. നീ ഓക്കേ അല്ലേ? ഓക്കേ അല്ലേ? നിനക്കൊന്നുമില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഫയർബോട്ട്സും റെസ്ക്യൂ സർവീസസും ആ ടാങ്കറിൽ കത്തിപ്പിടിച്ചിരുന്ന തീ കെടുത്തുകയായിരുന്നു. ഇപ്പോ അതെല്ലാം മിറ, ലൊക്കേഷനിൽ ഉണ്ടാവാൻ പോകുന്ന സെക്കൻഡറി എക്സ്പ്ലോഷനുള്ള പ്രോബബിലിറ്റി അനലൈസ് ചെയ്യേ പെട്ടെന്ന്.
പെട്ടെന്ന് ആ ഭാഗം കൂടെ നോക്ക്. പെട്ടെന്ന് ക്ലിയർ ചെയ്ത്. വേഗോട്ടെ വേഗോട്ടെ. ഞങ്ങൾക്ക് അപകടം പറ്റിയിരിക്കുകയാണ്. ആ ഭാഗത്ത് ആളുകളുണ്ട്. അത് നോക്ക്. തലയ്ക്കാണല്ലേ? നമുക്ക് ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ പേടിക്കണ്ട. ഒന്ന് സഹായിക്കണേ. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇവന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്ലീസ് ഡോക്ടർ. ഒക്സാന, ഈ കുഞ്ഞിനെ ഒന്ന് വേഗം കൊണ്ടുപോ. ഡോക്ടർ പ്ലീസ് ഇവനൊന്ന് നോക്കണം. ഞങ്ങൾ കൊണ്ടുപോകാം. ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. സോ പ്ലീസ് അർജന്റ് ആണ്. Come on, come on. പെട്ടെന്ന് എടുക്ക്. Come on. Come on, come on. സോ പ്ലീസ് ഇവനൊന്ന് ഹെൽപ്പ് ചെയ്യണം. സോ പ്ലീസ് എമർജൻസി ആണ് സർ. ഇല്ല, അടുത്തൊന്ന് വെയിറ്റ് ചെയ്യ്. സോ ഇവന്റെ അവസ്ഥ വളരെ മോശമാണ്. പ്ലീസ് ഒന്ന് പറയുന്നത് കേൾക്ക്. സോ പ്ലീസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രം ഇതൊന്ന് കേൾക്കൂ. സോ പ്ലീസ് ഇത് വേണ്ട. ഫോൺ ചെയ്യാന്ന് പറഞ്ഞത്. ഇതൊന്ന് മനസ്സിലാക്കണം. ഏയ്, അറബോവ, അവനെ ഇങ്ങോട്ട് താ. ഹറി അപ്പ്, പെട്ടെന്ന് അവിടെ. Come on, come on. യേഗോർ, പേടിക്കണ്ട. ഒന്നുകൂടെ. നീ ഓക്കേ? യേഗോർ, നീ പേടിക്കണ്ട. ഞാൻ നിന്നെ കാണാൻ ഉറപ്പായും വരും. ഞാൻ ഉറപ്പായും വരും. നീ പേടിക്കണ്ട. ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട. യേഗോർ, ഞാൻ അടുത്ത വണ്ടിയിൽ ഉറപ്പായും വരും. നീ പേടിക്കണ്ട. യേഗോർ, നീ സേഫ് ആണ്. നീ ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോ. തന്നെ അടുത്ത് വരും. അതിൽ കയറാം. നീ എവിടെ പോയി അത് കിടക്കുന്നു? തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഫ്ലൈറ്റ് എഞ്ചിനീയർ അറബോവ് കൺട്രോൾ സെന്ററിന് റെസ്പോണ്ട് ചെയ്യൂ. യാ കൺട്രോൾ സെന്റർ ലൈനിലുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ക്യാമ്പിനടുത്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ടാങ്ക് പൊട്ടിത്തെറിച്ചിരിക്കുക. മറ്റുള്ള ടാങ്ക് വല്ലതും പൊട്ടിത്തെറിക്കുമെന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സിറ്റി മൊത്തം തകരാൻ പോവുക. അവിടെ ഇപ്പൊ ഒരു ഫയർമാനും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവരെല്ലാവരും എക്സ്പ്ലോഷനിൽ മരിച്ചുപോയി. അതെ, ശരിയാണ്. പക്ഷെ അവരെത്താൻ വൈകിയാലോ? എന്റെ മോൾ അവിടെയുണ്ട്. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എത്രയും പെട്ടെന്ന്. സോ അലക്സ് ലോക്കോവിച്ച്, പ്ലീസ് ഒരു കാര്യം പറയൂ. നിങ്ങൾക്ക് എന്റെ മോളെ രക്ഷിക്കാൻ പറ്റുമോ? പക്ഷെ എനിക്ക് കഴിയും. എനിക്കതൊന്നും അറിയില്ല. പക്ഷെ ഞാനൊരു വഴി കണ്ടെത്തും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. വളരെ നന്ദി മിസ്റ്റർ അലക്സ് ലോക്കോവിച്ച്. മിറ ഓവർ ആൻഡ് ഔട്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എനിക്ക് വേണം. അതെപ്പോ പൊട്ടിത്തെറിക്കും? ഡേറ്റ ഗ്യാദർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 23 മിനിറ്റ് 37 സെക്കൻഡിൽ നമ്മുടെ സ്റ്റേഷൻ അറ്റ്മോസ്ഫിയറിലോട്ട് കടക്കുന്നതായിരിക്കും. മിറ, ലിറയെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവളുടെ അടുത്ത് വല്ല ഡിവൈസും ഉണ്ടെന്ന് എത്രയും പെട്ടെന്ന് അനലൈസ് ചെയ്ത് പറ. മാറാൻ ഇത് വേഗമാട്ടെ. സ്ട്രക്ചർ ഇങ്ങോട്ട് കൊണ്ടു. ശരി ശരി. ഹെലികോപ്റ്ററുകൾ ഇനി ഒരുപാട് വരും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നീ ഇപ്പൊ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്. വാവ്, ഇവിടെ ടവർ ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. ഹലോ, ലിറയ്ക്കൊന്ന് ഫോൺ കൊടുക്ക. നിങ്ങൾ ആരാണ്? ഞാൻ ഫോൺ കൊടുക്കാനാ പറഞ്ഞേ. നിങ്ങൾ എന്റെ ഫോണിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിന്റെ നേരെ ഒരു ക്യാമറ ഇല്ലേ? ഓക്കെ, സോ ടെറന്റോ മെക്കൽ വെസൽവേച്ച്, ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന ഒരു 14 വയസ്സുകാരൻ. മാത്രമല്ല, നിന്നെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുക. പ്ലീസ് ലിറയുടെ അടുത്ത് ഫോൺ കൊടുക്ക. നിങ്ങള് പോലീസാണോ? നോ മിഷ, ഞാനൊരു ആസ്ട്രോനറ്റാ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അറിയാൻ പറ്റും. നിന്റെ ഡാഡാണോ? അതെ അച്ഛാ, ഐം സോറി. അത് നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറപ്പെടണം. എന്ത്? അടുത്ത ഹെലികോപ്റ്റർ വരുന്നു പറഞ്ഞു. ഹെലികോപ്റ്റർ അങ്ങോട്ട് വരില്ല. അവിടെ ഒരു ടാങ്കറില്ലേ, അത് പൊട്ടിത്തെറിച്ചിരിക്കുക. അതുകൊണ്ട് എല്ലാരും ഇപ്പൊ അവിടെയാണ്. അവിടെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീ എങ്ങാനും മെയിൻ ടാങ്കിന്റെ അടുത്ത് എത്തിയാൽ ആ നഗരം മൊത്തം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാനിത് എല്ലാവരോടും പോയി പറയട്ടെ. മറ്റുള്ളവരെ അറിയണല്ലോ. ലിറ, ഒരു മിനിറ്റ് നിൽക്ക് പ്ലീസ്. ഞാൻ പറയുന്ന ശ്രദ്ധിക്ക്. ഞാൻ എല്ലാം നോക്കിയതാ.
റെസ്ക്യൂ ചെയ്യുന്നവരെല്ലാം ഒരുപാട് അകലെ, അവരെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ നിന്നെ ആരും വിശ്വസിക്കില്ല. അഥവാ വിശ്വസിച്ചാലും അവര് പേടിക്കുകയുള്ളൂ. നിന്റെ സമയം പാഴായിക്കൊണ്ടിരിക്കുക. അതുപോലുള്ള വാഹനങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് ടെക്നോളജീസ് ഉണ്ടാവുമല്ലോ. ഞാനതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അരബോ, നിങ്ങൾക്ക് എല്ലാത്തിലും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ സിസ്റ്റമിൽ ഒന്ന് കണക്ട് ചെയ്തൂടെ? ഞാൻ അതെല്ലാം ശ്രമിച്ചു നോക്കി. അത് വളരെ ഓൾഡ് സ്റ്റൈലാ. അതിൽ റിമോട്ട് കൺട്രോൾ ഒന്നുമില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് മാനുവൽ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. പക്ഷെ അവിടെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. വേറെ ഒരു ഓപ്ഷനും ഇല്ല ലേറാ. നിന്നെ കൊണ്ട് എത്ര ദൂരം ഓടാൻ പറ്റുമോ ഓടിപ്പോയി വിളിച്ചോ. എന്നിട്ട് അടുത്ത് വല്ല ബങ്കറും കണ്ടാൽ മിറ അത് എന്നോട് പറയും. എന്നിട്ട് ഞാൻ നിന്നെ ലീഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഞങ്ങള് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. പണ്ട് അച്ഛനിവിടം വിട്ടു പോയതുപോലെ അല്ലേ? നമുക്കിതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം, പ്ലീസ്. രക്ഷപ്പെടുത്തേണ്ട ആൾക്കാരെ ഇവിടെ കൃത്യസമയത്ത് വരില്ലെന്നല്ല പറഞ്ഞ്. ഇവിടെ ഇവിടെ ഞങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തും. ഞങ്ങള് ആ ടാങ്കറിന്റെ അടുത്തേക്ക് പോയി എല്ലാം ആക്ടിവേറ്റ് ചെയ്തോളാം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ലേ മിഷ? അതെ. എന്താ നിനക്കെന്താ വട്ടാണോ? പ്ലീസ് കമോൺ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ആ ടാങ്കിലുള്ള തീ അണയ്ക്കാൻ നിന്നെ ഞാൻ സഹായിക്കണം അല്ലേ? നീ അതല്ലേ ഉദ്ദേശിക്കുന്നേ? അച്ഛൻ ഞങ്ങളെ സഹായിക്കില്ലെന്നല്ല പറയുന്നത്. ഇനി അങ്ങോട്ട് എനിക്ക് അച്ഛനെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റില്ല, ശരിയല്ലേ? ലെറ, നീ എന്താ ഈ പറയുന്നേ? ഒരു തീക്കൊള്ളി കണ്ട പേടിക്കുന്ന നീയാണോ ചെന്ന് ആ ടാങ്കറിൽ തീ അണയ്ക്കാൻ പോകുന്നേ? നീ ആരാതാ നിന്റെ വിചാരം? സൂപ്പർ ഹീറോയോ? അല്ല, ഞാൻ സൂപ്പർ ഹീറോ ഒന്നും അല്ല. എനിക്കും പല പ്രശ്നങ്ങളുണ്ട്. എനിക്കത് മനസ്സിലാവുകയും ചെയ്യും. നീ എന്തായി കാണിച്ച്? അതെനിക്ക് കിട്ടി സമ്മാനായിരുന്നു. അതെനിക്ക് മുത്തശ്ശി തന്നായിരുന്നു. ലേറ, ലേറ, നാശം. നമ്മൾ എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോകേണ്ടത്? നീ തമാശ പറയാന്നാ വിചാരിച്ച? അപ്പൊ നീ ഇത് കാര്യമായിട്ട് പറയണോ? സൂക്ഷിച്ച്, നല്ല ചൂടുണ്ട്. ഹലോ ശ്വേത, ഐ ആം സോറി. ലെറയെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നിനക്ക് പ്രോമിസ് തന്നാ. പക്ഷെ എനിക്ക് എന്താ? അവളെവിടെയാ? എനിക്കറിയില്ല. നീ എന്താ ഈ പറയുന്നേ? നീ എനിക്ക് വാക്ക് തന്നല്ലേ? എന്നോട് ക്ഷമിച്ചേക്ക് സ്വെറ്റ. എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്രാവശ്യവും തോറ്റുപോയി. നിങ്ങൾ എന്തിനു വേണ്ടിയായി ഡോർ ഓപ്പൺ ചെയ്തത്? ആരാ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നത്? നിങ്ങളിവിടെ എന്ത് ചെയ്യായിരുന്നു? എന്റെ മോളെ എന്താ ചെയ്തത്? എന്റെ മോളെ നിങ്ങൾ എന്താ ചെയ്തത്? എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? അവളുടെ അടുത്തുണ്ടായിരുന്നപ്പോ പോലും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാ ഇത്രയും ദൂരത്തുനിന്ന്? നീ പറഞ്ഞതാ ശരി. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. നീ അങ്ങനെ പറയരുത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിനക്കിപ്പോ വിശക്കുന്നുണ്ടോ? വലറ, വിശക്കുന്നുണ്ടോന്ന്? കുറച്ച് വിശക്കുന്നുണ്ട്. അപ്പൊ അതാണ് കാര്യല്ലേ? വിശപ്പുള്ളപ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കണ്ടേ ആസ്ട്രോണറ്റ്? വിശപ്പുള്ളോണ്ടെന്ന് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്റെ മോളെ ഇപ്പൊ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. നീ ചെയ്യൂ.
എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണം, ഒരച്ഛനായിട്ട്. അപ്പോ നീ ഷിവറിംഗ് ഒന്ന് കണ്ടോളേ. ബോട്ടിങ്ങനെ ആടി കളിക്കുന്നുണ്ടല്ലേ? നിനക്ക് തണുക്കുന്നുണ്ടോ? ഇല്ല, തണുക്കുന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തുഴയുന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ടാങ്കറിന്റെ അടുത്തേക്ക് എത്തിയ കുറച്ച് ചൂട് കിട്ടും. സത്യത്തിൽ എന്ത് മനുഷ്യനാ നീയൊക്കെ? ഈ അവസ്ഥയിൽ നിനക്ക് തമാശ പറയാൻ തോന്നുക? അതെന്റെ ശീലമായി പോയി. എന്നു മുതലാ നിനക്ക് ഈ ശീലമുള്ളത്? 13 വയസ്സ് മുതലുണ്ട്. അന്ന് ഞാൻ പടക്കം വെച്ച് പറ്റിച്ചാൽ എനിക്ക് കിട്ടിയ സമ്മാനം ഇത് എന്റെ ഈ കൈ. ഇത് കണ്ടില്ലേ? അന്ന് മുതലേ ഞാൻ ഇങ്ങനെ തന്നെയാ. യഗോറിനെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുമ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാടി ഞാൻ കണ്ടു. അത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അഭിമാനമുണ്ട്. അതെനിക്കായിരുന്നെങ്കിൽ ഞാൻ അഭിമാനിക്കും. ശരിക്കും ഈ പാടുകൾ കൊണ്ടാണ് നീ അഭിമാനിക്കാൻ പോകുന്നത്? എനിക്കതത്ര വൃത്തികേടായിട്ട് തോന്നുന്നില്ല. ഒരു വലിയ അപകടത്തെ ഫേസ് ചെയ്ത് അതിനെ ശക്തമായി അതിജീവിച്ചു വന്നൊരു പെണ്ണിനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനെന്തായാലും ഉറപ്പായിട്ട് അഭിമാനിക്കും. ശ്രദ്ധിച്ചു കയറി. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തോന്ന്? നീയല്ലേ ഇതിനെ കുറിച്ച് പഠിച്ചു എന്നൊക്കെ പറഞ്ഞത്? ആ എക്സാമിൽ ഞാൻ ഫെയിൽ ആയിരുന്നു. എന്താ? നീ പേടിക്കണ്ട, എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വാ നമുക്ക് പോവാം. എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടോ നോക്കാം. റിസൾട്ട്സിൽ എന്തായാലും എന്തെങ്കിലും മാർക്കിംഗ് കാണും. അവിടെ നോക്കിയിരിക്കാതെ വാ. ഇനി ഇങ്ങോട്ടാ? ഇതിനകത്ത് നോക്കാം. ഓക്കെ. ഓക്കെ, ഇത് പിടിക്ക്. കമോൺ, അങ്ങോട്ട് പോവാ. എന്താ? എവിടെയും തൊടണ്ട, എല്ലായിടത്തും നല്ല ചൂടുണ്ട്. ഏതിലെയാ? അവിടെ. റൈറ്റിലേക്ക് തിരി. ഒന്നും തുടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഈ വഴി. പേടിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. അറബോ, അറബോ, ഇങ്ങോട്ട് നോക്ക്. നീ ടോയ്ലറ്റ് ഇവിടെ തന്നെ ഇരിക്കേ. ഞാൻ എന്താ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. ഇതൊരു ടോയല്ല.
ശരി. ഇത് ടോയ് അല്ല, ഇതൊരു ബേബി മോണിറ്റർ ആണ്. ഞാൻ അറബോ ഇതിലൂടെയാ സംസാരിക്കാറ്. ഇതിലൂടെയാണ് സംസാരിക്കുന്നത്. ഇത് പൊട്ടിക്കിടക്കാണ്. അതെ ശരിയാണ്. ഞാൻ നോക്കട്ടെ, അതെന്താണെന്ന് ചെക്ക് ചെയ്യട്ടെ. ലെറയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡിവൈസ് അവൈലബിൾ ആണ്. എന്താ അത്? ലെറയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്ക്. ഓൾറൈറ്റ് ലെറ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നോക്കിയേ, ഇപ്പൊ അവിടെ എല്ലാം കത്തിപ്പിടിച്ചോണ്ടിരിക്കുക. നിനക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല. എഞ്ചിന്റെ അടുത്ത് പോകാൻ വേറെ വഴിയില്ല. അവിടെ ട്രാപ്പ് ഡോർ വല്ലതും ഉണ്ടോ നോക്ക്. കമോൺ ക്വിക്ക്. ഓക്കേ, ഞങ്ങൾ ട്രാപ്പ് ഡോർ കണ്ടുപിടിക്കാം. ഇതാണ് നോക്ക്. എവിടെയാണ്? ഇവിടെ ഉണ്ട്. അത് തന്നെയാ. കമോൺ താഴേക്ക് ഇറങ്ങ. നിന്റെ ഡാഡി ആളെ കിടുവാണല്ലോ. എന്തൊക്കെയാ ചിന്തിക്കുന്നത്? നിഷ, അതൊരു ഹെർമാറ്റിക് ഡോറാണ്. അത് അടയ്ക്ക. പെട്ടെന്ന് അകത്തേക്ക് വാ. കമോൺ കമോൺ, നിങ്ങളെ കൊണ്ട് പറ്റും. ധൃതി പിടിക്കല്ലേ. ഗുഡ് ജോബ്. വെൽ ഡൺ ഗൈസ്. നീ ഓക്കേ അല്ലേ? ഒന്ന് പെട്ടെന്ന് വാ. കമോൺ, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. പേടിക്കാതെ ചെല്ല, നിങ്ങളെ കൊണ്ട് പറ്റും. ഫാസ്റ്റ്. ഇനിയോട്ടാ. കമോൺ. വേഗം വേഗം കേറ. കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. അതിനകത്ത് കേറ്. മാറി, ഞാൻ തുറക്കാം. അങ്ങനെ തന്നെ. അവിടെ വല്ല സ്വിച്ച് ബോർഡും ഉണ്ടോ? അതെത്ര പെട്ടെന്ന് കിട്ടും തോന്നില്ല. ഓ ഗോഡ്, പവർ ഓഫ് ആണ്. സോ നിങ്ങൾ ഇപ്പൊ മാനുവൽ ആയിട്ട് തന്നെ ചെയ്യണം. അവിടെ ഒരു മാനുവൽ കൺട്രോൾ ചേമ്പർ ഉണ്ട്. അങ്ങോട്ട് ചെല്ല്. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒന്ന് നിൽക്ക്. ആദ്യം ഡോർ ചെക്ക് ചെയ്യേ. പേടിക്കണ്ട പേടിക്കണ്ട മുളു, അച്ഛൻ നോക്കിക്കോളാം. നീ പേടിക്കണ്ട. ലെറ, ലെറ നീ ലൈനിലുണ്ടോ? മിറ, എന്ത് പറ്റി? ലബോറട്ടറി ബാറ്ററീസുമായി ഉണ്ടായിരുന്ന കോണ്ടാക്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നോ, ഇപ്പൊ വേണ്ട. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. നിന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ടേൺ ഓഫ് ചെയ്യ. എല്ലാ ലൈറ്റ് സിസ്റ്റമും ടേൺ ഓഫ് ചെയ്തേക്ക്. കണക്ഷൻ തിരിച്ചു കൊണ്ടുവാ. Come on, come on, come on, come on. ആവശ്യമുള്ള പവർ ഇല്ല. മിറ, എനിക്ക് ലെറയെ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശ്രമിച്ചതെല്ലാം പാഴാവും. പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ലാസ്റ്റ് ആക്റ്റീവ് എനർജി സോഴ്സുമായി സെർച്ച് സിസ്റ്റം കണക്ട് ചെയ്തിരുന്നാൽ മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നീ ഏത് എനർജി സോഴ്സിനെ കുറിച്ചായി പറയുന്നേ? വോയിസ് അസിസ്റ്റന്റ് സെൻട്രൽ സ്റ്റോറേജിലുള്ള യൂണിറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാ ഒന്ന് ചെയ്യ് മിറ, പെട്ടെന്ന്. ഫ്ലൈറ്റ് എഞ്ചിനീയർ അറബോ, മനുഷ്യരുടെ സഹായമില്ലാതെ എനിക്ക് എന്നെ ഓഫ് ചെയ്യാൻ സാധിക്കില്ല.
നിങ്ങൾ ഇത് മാനുവലായിട്ട് തന്നെ ചെയ്യണം. നിന്നെ എന്തുകൊണ്ടാ മിറ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയോ? എന്റെ ഫുൾ നെയിം വോയിസ് അസിസ്റ്റന്റ് ഓഫ് ദ ഓർബിറ്റൽ സ്റ്റേഷൻ മിർ എ ക്രൂ. മിറ ഒരു ബൈനറി സ്റ്റാർ ആണ്. ഒന്ന് വലുതും കൂടുതൽ ശക്തിയുള്ളതുമാണ്, മറ്റൊന്ന് ചെറുതും കൂടുതൽ പ്രകാശമുള്ളതും. ചെറുതാണ് വലുതിന് ശക്തി കൊടുക്കുന്നത്. അതിന് പകരം ആ വലുത് ചെറുതിനെ സംരക്ഷിക്കും. ഒന്നില്ലാതെ മറ്റൊന്നിനെ തീർച്ചയായും പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം കൊള്ളാമായിരുന്നു. ഇതാരാണ് കണ്ടുപിടിച്ചെന്ന് അറിയാമോ? ഇത് മനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇപ്പോൾ ഓപ്പൺ ആണ്. ഗുഡ് ബൈ ഫ്ലൈറ്റ് എഞ്ചിനീയർ അരബാവ്. ഗുഡ് ബൈ മിറ. അച്ഛൻ എന്നെ രക്ഷിക്കൂ. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ. അച്ഛൻ എന്തുകൊണ്ടാ മറുപടി പറയാത്തത്? കാം ഡൗൺ, ഞാൻ നിന്നെ കാണുന്നുണ്ട്. എനിക്കറിയില്ല, അവൻ അൺകോൺഷ്യസ് ആയി. ഇവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. എനിക്കതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നീ ഒന്ന് ക്ഷമിക്ക്, കരയല്ലേ മോളെ. അച്ഛനെ കുറച്ച് സമയം താ. ഒരു മിനിറ്റ്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. Come on, come on, come on. Yes. ലറ, നീ എന്റെ കൈ ഒന്ന് പിടിച്ചേ. തീർച്ചയായും അവൻ തെറ്റിദ്ധരിക്കില്ലെന്നാണ് തോന്നുന്നത്. കൈ പിടിക്കേ. കമോൺ മോളെ. അച്ഛനെ കൊണ്ട് എന്തെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ? ലിറ, നമ്മുടെ അടുത്ത് ഒരുപാട് സമയമില്ല. ഒരു മീറ്റിയർ വന്ന് ഈ സ്പേസ് സ്റ്റേഷനിൽ തട്ടി. ഏതാനും കുറച്ച് മിനിറ്റിനകം ഞാൻ ഈ ഓർബിറ്റ് വിട്ട് പുറത്തു പോകും. എന്താ? എനിക്ക് മനസ്സിലായില്ല. ഓർബിറ്റ് വിട്ട് പുറത്തു പോകണമെന്ന് വെച്ചാൽ എന്താ? അച്ഛൻ എന്ന് വെച്ചാ അച്ഛൻ താഴെ വീഴാൻ പോവാണെന്നാണോ? അങ്ങനെ നടക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു വഴി കാണുമോ അച്ഛാ? പ്ലീസ്. നീ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് മോളെ. ഇല്ല 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 മോള്, നീ പേടിക്കണ്ട. വലാരിയ വലറിയുന, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ സഹായിക്കാൻ നീ എന്നെ സഹായിക്കണം. ആ ലിഫ്റ്റിൽ നിന്ന് എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് എല്ലാം നശിച്ചത്. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാനത് സമ്മതിക്കുന്നു. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആ ലിഫ്റ്റിനകത്ത് പറഞ്ഞയക്കരുതായിരുന്നു. ഞാൻ ആ ഡോർ ഒരിക്കലും തുടരതായിരുന്നു. നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കരുതായിരുന്നു. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്. നീ എന്നോട് ക്ഷമിക്കണം. കുറ്റബോധം ഉള്ളതുകൊണ്ടാ. ഇത് അച്ഛന്റെ തെറ്റല്ല. ക്ഷമിക്കാൻ മാത്രം അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അതുകൊണ്ടാ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനും നിന്നെ മിസ് ചെയ്യുന്നു മോള്. ഇവിടെയുള്ള ഓരോ നിമിഷവും, ഓരോ ദിവസവും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ഞാനും അത്. കമോൺ മോളു, കമോൺ. നീ ജീവിച്ചിരിക്കണം. നിന്നെ കൊണ്ട് അത് പറ്റും മോളു. ഇനി എനിക്ക് പറ്റില്ല അച്ഛാ. ഇവിടെ മുഴുവനും കത്തിപ്പിടിച്ചു. നോക്കിയ മോളു, നിനക്കവിടെ ഒരു ബോക്സ് കാണാൻ കഴിയുന്നുണ്ടോ? അതിനകത്തൊരു ഫയർ പ്രൂഫ് സൂട്ട് ഉണ്ട്. നീ അത് എടുത്തിട്ട് അച്ഛൻ നിന്റെ ഒപ്പം ഉണ്ട്.
എല്ലാരെയും സ്നേഹിക്കും ഒരിടം. എല്ലാവരെയും സ്നേഹിക്കുമോരിടം. എല്ലാരുമേ മറന്നു പോകുമായിടം. കാത്തിരിക്കാം വേഗം വരുമോ എന്ന് ചോദിച്ചു. ആർക്കുമേ അറിയാത്ത ഒരിടം. ക്ഷണിച്ചാലും എനിക്ക് പോകാൻ കഴിയാത്ത ആയിടം. തീർച്ചയായും ഞാനും ഒരു നാൾ നിന്നെക്കൊണ്ട് കേറാൻ പറ്റുമോ? അതൊക്കെ കേറ. ഞാനത് ചെയ്തു ഡാഡ്. ഞാൻ ജയിച്ചു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അതിഭീകരമായ ഒരു അപകടം സംഭവിച്ചതിനാൽ സ്റ്റേഷൻ ഛിന്ന ഭിന്നമായിരിക്കുന്നു. ആ കഴുകന് പോലും പറ്റാത്തത്ര ഉയരത്തിലേക്ക് ഞാൻ പറക്കുകയായിരുന്നു. എനിക്ക് രാത്രി മഴയെയും മഞ്ഞിനെയും കണ്ണുനീരിനെയും മാത്രമേ പേടിയുള്ളൂ. അമ്മ, അതാണ് മീഷ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഓ ശരി മോളെ. ഓക്കെയല്ലേ? ഇവനെങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ല. നീ നോക്കിയോ, അവൻ എഴുന്നേറ്റ് ഫുട്ബോൾ കളിക്കാൻ വരും.
വിചാരിച്ചത് നടന്നു. എന്ത് അത് സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നാ പറയുന്നത്? വീണ്ടും സ്റ്റാർ വീണപ്പോ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു. അത് നടക്കുകയും ചെയ്തു. നീ എന്താ പ്രാർത്ഥിച്ചത്? നീ എന്നെ കാണാൻ വരണമെന്നാണ് ഞാൻ സ്റ്റാറിന്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. പ്ലീസ് ഇവിടെ ഒന്ന് എടുത്ത് മാറ്റ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവളെ ഈ ഓരോരുത്തരത്ത് ഒരു പക്ഷേ എന്റെ കാല് വേറെ ശരിയായാലോ. ഡോക്ടറെ പോവാ ഡോക്ടറെ. ഹേയ് അറബോവാ, നമുക്കൊന്ന് നീന്താൻ പോയാലോ? Светлая дорога манит вглубь, не свернуть. Я приду когда-нибудь туда, где не ждали, туда, где в печали.